തമിഴ് സൂപ്പർ താരം അജിത്തിന്റെ കാർ അപകടത്തിൽപ്പെട്ടു. കാർ റേസിംഗ് ട്രാക്കിൽ വച്ചായിരുന്നു അപകടം. ട്രാക്കിൽ വച്ച് കാർ നിയന്ത്രണം വിട്ട് സമീപത്ത് സ്ഥാപിച്ചിരുന്ന സംരക്ഷണ ഭിത്തിയിൽ ഇടിക്കുകയായിരുന്നു. അല്പസമയം നിയന്ത്രണം വിട്ട് കാർ കറങ്ങിയ ശേഷം ആയിരുന്നു നിന്നത്. വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ അജിത്ത് രക്ഷപ്പെട്ടു. ശേഷം പരിശീലനം തുടർന്നുവെന്നുമാണ് ലഭ്യമാകുന്ന വിവരം. വരാനിരിക്കുന്ന യൂറോപ്യൻ റേസിംഗ് സീസണിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അജിത്ത്. റേസിംഗിനിടെ നടൻ അജിത്തിന്റെ കാർ അപകടത്തിൽപ്പെട്ടതിൽ ആശങ്കപ്പെടാനൊന്നുമില്ലെന്ന് ടീം മാനേജർ അറിയിച്ചു. താരത്തിന് പരിക്കുകളൊന്നുമില്ല. ഇന്നു തന്നെ അജിത്ത് പരിശീലനത്തിനിറങ്ങുമെന്നും മാനേജർ സുരേഷ് ചന്ദ്ര പറഞ്ഞിരുന്നു. അജിത്തിന്റെ കാർ അപകടത്തിൽപ്പെടുന്നതിന്റെ നിരവധി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. താരത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ആരാധകർ ആശങ്ക പങ്കുവച്ച സാഹചര്യത്തിൽ കൂടിയാണ് മാനേജരുടെ പ്രതികരണം. റേസിംഗിനിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണെന്നും അദ്ദേഹം വിശദീകരിച്ചു. ജനുവരി 11 നടക്കാനിരുന്ന എൻഡ്യൂറൻസ് റേസിൽ പങ്കെടുക്കുന്ന ടീമിലെ 4 അംഗങ്ങളിലൊരാളാണ് അജിത്ത്. തുടർച്ചയായി 4 മണിക്കൂർ റേസ് ചെയ്തുകൊണ്ടുള്ള പരിശീലനത്തിലായിരുന്നു അവർ. പരിശീലനം ഏകദേശം 3.5 മണിക്കൂർ പിന്നിട്ടപ്പോഴായിരുന്നു അപകടം. അവസാന ഘട്ടത്തിൽ വലിയൊരു വളവുണ്ട്. ഡ്രൈവർക്ക് കാഴ്ച പരിമിതമായേക്കാവുന്ന ഒരു മേഖലയാണത്. അവിടെ വെച്ചാണ് അപകടമുണ്ടായത്. കാർ തകർന്നു, പക്ഷേ താരത്തിനൊന്നും പറ്റിയില്ല. തകർന്ന കാറിൽ നിന്ന് അദ്ദേഹം തന്നെയാണ് എഴുന്നേറ്റ് വന്നത്. ആംബുലൻസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി. ആശുപത്രിയിലെത്തിച്ച് മുഴുവൻ പരിശോധന നടത്തി. ആശങ്കപ്പെടേണ്ട ഒരു സ്ഥിതിയുമില്ല. നാളെ തന്നെ അദ്ദേഹം ട്രാക്കിലേക്ക് തിരിച്ചെത്തുമെന്ന് സുരേഷ് ചൊവ്വാഴ്ച രാത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ചൊവ്വാഴ്ചയായിരുന്നു റേസിംഗ് പരിശീലനത്തിനിടെ അജിത്തിന്റെ കാർ അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെടുമ്പോൾ അജിത്തിന്റെ കാറിന്റെ വേഗം മണിക്കൂറിൽ 150 കിലോമീറ്റർ ആയിരുന്നു. ദുബായ് എയറോഡ്രോമിൽ വെച്ചായിരുന്നു അപകടം. അതിവേഗത്തിൽ ചീറിപ്പായുമ്പോൾ കാർ ബാരിക്കേഡിൽ ഇടിക്കുകയായിരുന്നു. മുൻവശം തകർന്ന കാർ പലതവണ വട്ടം കറങ്ങിയ ശേഷമാണ് നിന്നത്. ഉടനെ തന്നെ രക്ഷാപ്രവർത്തകരെത്തി അജിത്തിനെ പുറത്തിറക്കി. ജനുവരി 11 ദുബായ് 24 അവർ റേസിൽ പങ്കെടുക്കാനാണ് അജിത്ത് ദുബായിൽ എത്തിയത്. അതിന്റെ ഭാഗമായുള്ള പരിശീലനത്തിനിടെയായിരുന്നു അപകടം. അജിത്ത് കുമാർ റേസിംഗ് എന്ന പേരിലുള്ള കാർ റേസിംഗ് ടീമിന്റെ ഉടമയെ കൂടിയാണ് നടൻ അജിത്ത്. 4 മണിക്കൂർ നീണ്ട റേസിംഗിന്റെ അവസാന മിനിറ്റുകളിലാണ് അജിത്ത് ഓടിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. സിംഗപ്പൂരിൽ മകളുടെ പിറന്നാൾ ആഘോഷിച്ച ശേഷം കഴിഞ്ഞ ദിവസമാണ് അജിത്ത് ദുബായിലെത്തിയത്. 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് ദുബായ് 24 അവർ റേസ്. ടീമിലെ ഒരംഗം ഒരു ലാപ്പിൽ 6 മണിക്കൂറാണ് തുടർച്ചയായി ഓടിക്കേണ്ടത്. അജിത് കുമാർ റേസിംഗ് ടീം ആദ്യമായാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്.